വെൽക്കം ടു മാർസ് ലേണിംഗ്. ഇന്ന് നമ്മൾ നോക്കുന്ന SCERT ടോപ്പിക്കായ 7ാം ക്ലാസ്സിലെ ഭരണഘടന വഴിയും വഴികാട്ടിയും എന്ന പാഠഭാഗമാണ്. ഈ പാഠഭാഗം തുടങ്ങുന്നത് തന്നെ ഗാന്ധിജിയുടെ വാക്കുകളിലൂടെയാണ്. അദ്ദേഹം യങ് പറഞ്ഞ വാക്കുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ പ്രതിസന്ധികളിൽ നിന്നും രക്ഷാകർതൃത്വത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്ന ഒരു ഭരണഘടനയ്ക്കായി ഞാൻ പരിശ്രമിക്കും. ഏറ്റവും ദരിദ്രരായ മനുഷ്യർക്ക് രാജ്യത്തെ രൂപപ്പെടുത്തുന്നതിൽ കാര്യക്ഷമമായ ശബ്ദമുണ്ടാവുകയും രാജ്യം അവരുടേതാണെന്നും അവർക്ക് തോന്നുകയും ചെയ്യണം. ഉച്ച നീചത്വങ്ങളില്ലാതെ എല്ലാ സമുദായക്കാരും സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഇന്ത്യക്കാണ് എൻ്റെ പരിശ്രമം. തൊട്ടുകൂടായ്മയുടെയും ലഹരി വസ്തുക്കളുടെയും ശാപമില്ലാത്ത ഇന്ത്യ. പുരുഷന്മാരുടെ അവകാശങ്ങൾ അതേപോലെ സ്ത്രീകൾക്കും അനുഭവിക്കാനാകുന്ന ഇന്ത്യ. ഇതായിരുന്നു ഗാന്ധിജിയുടെ വാക്കുകൾ. ഇത് ആരുടെ വാക്കുകളാണ് എന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ വാക്കുകളൊന്ന് വായിക്കുക, ഓർത്തിരിക്കുക. ഇനി നമ്മൾ പോകുന്നത് ഭാവി ഇന്ത്യയുടെ ഭരണഘടനയിൽ ഉണ്ടാകണമെന്ന് ഗാന്ധിജി ആഗ്രഹിച്ച ആശയങ്ങൾ. ആ ആശയങ്ങൾ 4 ആശയങ്ങളാണ് പറയുന്നത്, ടെക്സ്റ്റിൽ പറയുന്നത്. ഒന്നാമത്തത് പരമാധികാരം, രണ്ടാമത്തത് തുല്യത, 3 സാഹോദര്യം, 4 ലിംഗനീതി. ഈ 4 ആശയങ്ങളാണ് ഭാവി ഇന്ത്യയുടെ ഭരണഘടനയിൽ ഉണ്ടാകണമെന്ന് ഗാന്ധിജി ആഗ്രഹിച്ച ആശയങ്ങൾ. അടുത്ത ടോപ്പിക്ക് ഭരണഘടന സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്നം. നമുക്കറിയാം, ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഇന്ത്യയിലെ ആദ്യ ബഹുജന സമരമായിരുന്നു 1857 1ാം സ്വാതന്ത്ര്യ സമരം. 1ാം സ്വാതന്ത്ര്യ സമരം ഒരുപാട് മാറ്റങ്ങൾ ജനങ്ങളിൽ കൊണ്ടുവന്നു. 1ാം സ്വാതന്ത്ര്യ സമരം ജനങ്ങളിൽ ദേശീയ ബോധം ജനിപ്പിച്ചു. ഇതിൻ്റെ ഫലമായി അനേകം പ്രാദേശിക സംഘടനകൾ ഉയർന്നു വന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ള ഏതൊക്കെ പ്രാദേശിക സംഘടനകളാണ് ഉയർന്നു വന്നത്. ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂനെ സാർവജനിക് സഭ എന്നിങ്ങനെയുള്ള പ്രാദേശിക സംഘടനകളാണ് ഉയർന്നു വന്നത്. ഇതും ഓർത്തിരിക്കുക. പിന്നീട് ഒരു ദേശീയ പ്രസ്ഥാനമാണ് നിലവിൽ വന്നത്. ദേശീയ പ്രസ്ഥാനം നിലവിൽ വരാൻ കാരണം 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചതായിരുന്നു. പിന്നീട് ആ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ഗാന്ധിജി വന്നു. ഗാന്ധിജിയുടെ വരവോടുകൂടി ജനാധിപത്യം സ്ഥാപിക്കണമെന്നുള്ള ആവശ്യം ശക്തിപ്പെട്ടു. സമത്വം, സാഹോദര്യം, മതേതരത്വം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു ഭരണഘടന രൂപീകരിക്കണമെന്നതായിരുന്നു സമരസേനാനികളുടെ സ്വപ്നം. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഇന്ത്യയിലെ ആദ്യ ബഹുജന സമരമായിരുന്നു 1857 1ാം സ്വാതന്ത്ര്യ സമരം. 1ാം സ്വാതന്ത്ര്യ സമരം കാരണം ഒരുപാട് പ്രാദേശിക സംഘടനകൾ അവിടേക്ക് വന്നു. ഏതൊക്കെ സംഘടനകളാണെന്ന് ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ദേശീയ പ്രസ്ഥാനത്തിന് നിലവിൽ വരാൻ കാര്യം 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചതായിരുന്നു. അടുത്ത ടോപ്പിക്ക് ഭരണഘടനയുടെ മുൻഗാമി. ഭരണഘടന നിലവിൽ വരുന്നതിന് മുൻപ് ഇവിടെ ഒരു നിയമസംഹിത ഉണ്ടായിരുന്നു. ആ നിയമസംഹിത ഏതാണെന്ന് വെച്ചാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. ഇന്ത്യൻ ഗവൺമെൻറ് ആക്ട് 1935 ആണ് ഭരണഘടനയുടെ മുൻഗാമി എന്ന് അറിയപ്പെടുന്നത്. അതിന് കുറച്ച് സവിശേഷതകളുണ്ട്. ഏകദേശം 321 വിഭാഗങ്ങളും 10 പട്ടികകളുമാണ് അതിനകത്തുള്ളത്. അതേപോലെ തന്നെ കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭ രൂപീകരിച്ചു. അതേപോലെ തന്നെ രണ്ടാമത്തെ പ്രത്യേകത 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകൾ രൂപീകരിച്ചു. അതേപോലെ മൂന്നാമത്തെ പ്രത്യേകത ദുർബല സ്ത്രീകൾ, വിഭാഗങ്ങൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ അനുവദിച്ചു ഈ ഒരു ആക്ട്. അതേപോലെ തന്നെ അടുത്ത പ്രത്യേകത കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു കൊടുത്തിരുന്നു. അതായത് കേന്ദ്രത്തിന് കുറച്ച് അധികാരങ്ങൾ, പ്രവിശ്യകൾക്ക് കുറച്ച് അധികാരങ്ങൾ, ഇങ്ങനെ വിഭജിച്ചിരുന്നു. ഇനി നമുക്ക് ഭരണഘടന നിർമ്മാണത്തിലേക്ക്, അടുത്ത ടോപ്പിക്കാണ്. ഭരണഘടന നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഭരണഘടന നിർമ്മാണ സഭ രൂപീകൃതമായി. ഭരണഘടന നിർമ്മാണ സഭയുടെ സവിശേഷതകളാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് പോയിൻ്റ്, നിർമ്മാണ കാലയളവ്. 2 വർഷവും 11 മാസവും 17 ദിവസവുമാണ് നിർമ്മാണ കാലയളവ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9-നാണ്. ഇതും എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9. ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അടുത്ത പോയിൻ്റ്, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആണ്.
ഭരണഘടന അംഗീകരിച്ചത് എപ്പോഴും ചോദിക്കുന്നതാണ്, അല്ലെങ്കിൽ ഒപ്പുവെച്ചതെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. 1949 നവംബർ 26-നാണ്. അടുത്തതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. അതോടുകൂടി ഇന്ത്യ റിപ്പബ്ലിക്കായി. അടുത്ത നമുക്കൊരു ടോപ്പിക്ക് നോക്കാനുള്ളത് ഡോക്ടർ BR അംബേദ്കറിനെ കുറിച്ചാണ്. നമുക്കറിയാം ഭരണഘടനയുടെ മുഖ്യ ശില്പിയാണ് ഡോക്ടർ BR അംബേദ്കർ. അദ്ദേഹം 60ഓളം രാജ്യങ്ങളിലെ ഭരണഘടനകൾ പഠിച്ച് അവയിലെ നല്ല വശങ്ങൾ മാത്രം ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർത്തു. ഇതിൻ്റെ ബാക്കി ക്ലാസ് അടുത്ത വീഡിയോയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും.